മഹാന്മാരായ പണ്ഡിതന്മാരോടുകൂടെ വേദി പങ്കിടുക എന്നതാണ് മറ്റൊരു സന്തോഷം. നിത്യജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കേണ്ടത്. വിശുദ്ധ ഇസ്ലാം ഏറ്റവും ഗൗരവത്തോടെ ചർച്ച ചെയ്തൊരു കാര്യമാണ് ബഹുമാന്യരായ ഉലമാക്കളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരേണ്ടത്. ഒരു നിലയിലും ഇത് നിങ്ങളെ എന്തെങ്കിലും പഠിപ്പിക്കലല്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പകരം മനുഷ്യ സമുദായത്തിന് വേണ്ടി ചില കാര്യങ്ങളെ നമ്മൾ ഓർമ്മിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നോട് സംസാരിക്കാൻ പറഞ്ഞ വിഷയം ആരോഗ്യത്തെക്കുറിച്ചാണ്. നിത്യരോഗത്തിൻ്റെ ദുരിതത്തിൽ വലിയ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെപ്പോഴും എല്ലാവരോടും പറയാറുള്ളത് ഖുർആൻ എല്ലാത്തിനും പരിഹാരമാണ് എന്ന. അങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല. മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഖുർആൻ പരിഹാരമാണ്. സ്വാഭാവികമായും ഇന്ന് മനുഷ്യ സമുദായം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ശാരീരികവും മാനസികവുമായ രോഗങ്ങളുടെ പേരിലുള്ള ചികിത്സകളുമാണ്. ആമുഖമായി ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന്, ഇസ്ലാം മനുഷ്യന്റെ ആരോഗ്യത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഈമാൻ കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ അനുഗ്രഹം സിഹത്താണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യനെ വിശ്വാസപരമായി സാംസ്കാരികമായി ഉന്നതിയിലേക്ക് എത്തിക്കുക എന്ന കർമ്മപദത്തിലെ ജോലി ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. വിശ്വാസം കഴിഞ്ഞാൽ വിശുദ്ധ ഇസ്ലാം ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന കാര്യം ആരോഗ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആരോഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യേണ്ട ഒരു സമയമുണ്ട്, രാവിലെയാണ്. ഒരു മനുഷ്യനിൽ രോഗപ്രതിരോധ സംവിധാനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും ഭക്ഷണക്രമങ്ങളും ആരംഭിക്കേണ്ടത് പ്രഭാതത്തിലാണ്. ഈ പ്രഭാതത്തിലെ സുബ്ഹ് നിസ്കാരത്തിൽ ഏറ്റവും ഗൗരവമുള്ള ഒരു പ്രാർത്ഥന കുനൂത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത വആഫിനാ ഫീമൻ ആഫൈത. ഇതിനോട് സമാനമായ ചില പ്രയോഗങ്ങൾ വേറെയും നിസ്കാരത്തിനിടയിലെ സുജൂദിനിടയിലെ ദുആകളിൽ കാണാം. വഹ്ദിനി വആഫിനി. കേരളത്തിൽ നിന്ന് മംഗലാപുരത്തേക്ക് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഇവിടുത്തെ ഹോസ്പിറ്റലുകൾ തേടിയാണ്. ഞാൻ ഇവിടെയും ചോദിച്ചത്, ഇവിടെ വന്നപ്പോൾ ചോദിച്ചത്, ഇവിടെ എങ്ങനെയാണ് മനുഷ്യരുടെ ആരോഗ്യാവസ്ഥ എന്നാ ചോദിച്ചത്. കാരണം എൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് മേഖല എന്ന നിലക്ക് ഞാൻ ചോദിച്ചതാണ് ഇവിടെ എങ്ങനെ. അപ്പോൾ പറഞ്ഞു മുട്ടുവേദന ഉണ്ട്, ക്യാൻസർ ഉണ്ട്, ഷുഗർ വല്ലാണ്ട് കൂടുതലാണ്. അപ്പം എല്ലാ രോഗങ്ങളും എല്ലായിടത്തും ഉണ്ട്. സ്വാഭാവികമായും ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിൽ മാത്രമാണ് കൂടുതൽ രോഗം എന്നാണ്.
പക്ഷേ എല്ലായിടത്തും മനുഷ്യൻ അനുഭവിക്കുന്ന വലിയ ദുരന്തമായി രോഗങ്ങൾ മാറുന്നു. എന്നാൽ ഈ സദസ്സിനോട് എനിക്ക് പറയാനുള്ളത്, രോഗത്തെക്കാൾ ഇന്ന് ഭയപ്പെടേണ്ടത് ചികിത്സയെയാണ്. രോഗത്തെ ഭയപ്പെടുന്നതിനേക്കാൾ ഈ കാലഘട്ടത്തിൽ നാം ഏറ്റവും ഭയപ്പെടേണ്ടത് ട്രീറ്റ്മെന്റിനെയാണ്, ചികിത്സകളെയാണ്. കൂടുതൽ ആളുകൾക്കും രോഗം വർദ്ധിക്കുന്നത് ചികിത്സിച്ചതിന്റെ പേരിലാണ്. നിങ്ങൾക്കൊരു രോഗം പിടികൂടുകയും ചികിത്സിക്കാതിരിക്കുകയും ചെയ്താൽ, നിങ്ങൾക്കൊരു രോഗം പിടികൂടി, നിങ്ങൾ ചികിത്സ തേടിയില്ലെങ്കിൽ നിങ്ങളുടെ രോഗം ശിഫയാവാൻ ചാൻസ് കൂടുതലാണ്. നിങ്ങൾ ചികിത്സിക്കുകയാണെങ്കിൽ വന്നുകൂടിയ രോഗത്തിന്റെ കൂടെ നിങ്ങൾക്ക് പുതിയ രോഗങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും എന്നാ കരുതുന്നത്. ഉണ്ടാവില്ലേ? മനസ്സിലാവുന്നുണ്ടാവില്ലേ? നിങ്ങൾ ചികിത്സിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരോഗ്യവാനാണ്, ചികിത്സിച്ചാൽ നിങ്ങൾ കൂടുതൽ രോഗികളാണ്. ഇത് എങ്ങനെയാണെന്ന് ബോധ്യമായോ നിങ്ങൾക്ക്? ഈ അടുത്ത് രാജ്യം ഗവൺമെന്റ് 6000-ഓളം മരുന്ന് നിരോധിച്ചു. 6000-ഓളം മരുന്ന് നിരോധിച്ചു. 6000-ൽ പരം മരുന്ന് നിരോധിക്കാൻ പറഞ്ഞ കാരണം, ഈ വില കൂടിയത് കാരണം, മരുന്നുകളുടെ വില കൂടിയത് കാരണം ജനങ്ങൾക്കിത് വാങ്ങാൻ കഴിയുന്നില്ല എന്നതല്ല കാരണം. ഇത്തരം മരുന്ന് ഉപയോഗിക്കുന്നതിന്റെ പേരിൽ മനുഷ്യന്റെ ആയുസ് കുറയുന്നു, ആന്തരിക അവയവങ്ങൾക്ക് തകരാറ് വരുന്നു, പ്രശ്നങ്ങൾ കൂടുന്നു. നിങ്ങൾ 5 വർഷം ഒരു രോഗത്തിന് വേണ്ടി ഒരു ഡോക്ടറെ കാണിച്ചാൽ അയാൾ 20 രോഗം നിങ്ങൾക്ക് തരും. എന്ത് തോന്നുന്നു എൻ്റെ ഉസ്താദുമാർക്ക്? ഒരു രോഗത്തിന് 5 വർഷം തുടർച്ചയായി നിങ്ങളൊരു ഡോക്ടറെ സമീപിക്കുന്നു. ആ ഡോക്ടർ നിങ്ങൾക്ക് 20 രോഗം അങ്ങോട്ട് തരുന്നു.